നല്ല രീതിയിലാണ് പോകുന്നത്. ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ സ്വർണ്ണമാല ഈ പട്ടാളത്തിന് വെച്ചാണ് മറ്റേ നിങ്ങളുടെ പട്ടാളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. തലശ്ശേരിയിൽ നിന്ന് ഇതേ വണ്ടിക്ക് ഇതിന് മുന്നിട്ട് പോയ വണ്ടിക്ക് തലശ്ശേരി ഇന്നലെ കയറിയ വണ്ടി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നേഴ്സിന്റെ അമ്മയാണ്. അവരുടെ കഴുത്തിന് മാല പിടിച്ച് കഴുത്ത് മുറിഞ്ഞു. ബാക്കി 8 പവന്റെ മാലയാ, 3 പവനെ കിട്ടിയിട്ടും ബാക്കി കള്ളനെടുത്തുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ പത്താമത്തിനും കാര്യങ്ങളൊക്കെ ഇട്ടോ, പക്ഷെ മൊബൈൽ പോയാലും കൂടെ നിങ്ങൾക്ക് കിട്ടും. ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഒരു കാരണവശാലും കിട്ടില്ല. എന്തിനാ നിങ്ങൾ വീട്ടിൽ നിന്നോ അല്ലെ വേറെ എവിടുന്നോ ഷോ കാണിച്ചോ, റെയിൽവേ സ്റ്റേഷനിൽ വേണ്ട. അത് നിങ്ങൾ മാല പൊട്ടിക്കുന്ന മാത്രമല്ല, നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് കൂടെ ഉണ്ടാകും. കഴുത്ത് മുറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈ നേതൃത്വത്തിൽ കട്ടൊക്കെ ആക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആ അറ്റാക്കൊക്കെ കഴിഞ്ഞ ഒരു മേടാണ് ഇന്നലെ ഇപ്പോൾ ഇത് പൊള്ളാച്ചിയിലുണ്ട് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ പത്രാസ് കാണിച്ചിട്ടുള്ള മാല ഇട്ട് പോക്ക് വേണ്ടെന്നാ പറയുന്നത്. ഇനി ഇട്ട് പോകുന്നുണ്ടേ നിങ്ങളെ ഇഷ്ടം. വന്ന് പരാതി കൊടുത്തേ നമുക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഈ നിങ്ങൾക്ക് യാത്രയിൽ ഉപകരിക്കേണ്ട പല കാര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് 139 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. കേൾക്കുന്നില്ല ലേഡീസ്? ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടിക്കൂടി വരികയാണ്. നഗ്നത പ്രദർശിപ്പിക്കല്, ഫോട്ടോ എടുക്കല്. കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസിൽ 70 വയസ്സുള്ള ഒരു അമ്മമ്മേനാണ് ഒരു സ്കൂൾ മാഷ് പീഡിപ്പിച്ചത്. ഇവിടെ വെച്ച് തലശ്ശേരി കണ്ടുവന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ട് അതിനെ അടിക്കുമ്പോഴാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ്. ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും ഈ കൂടിയിരുന്നോട്ടർക്ക് അറിയാം നമ്പർ അറിയാവാ? ടോൾ ഫ്രീ നമ്പർ ആർക്കെങ്കിലും അറിയാവാ? വളരെ മോശം തോന്നുന്നത്. 130 നമ്മൾ ദിവസവും തലശ്ശേരിന്നോ എല്ലാ സ്റ്റേഷനും ക്ലാസ് എടുത്തിട്ടാ വിടുന്ന എല്ലാവരും. 139 എന്ന ടോൾ ഫ്രീ നമ്പറാണ്. ഡൽഹി 139, ഡൽഹിയിലായാലും രാജസ്ഥാനിലും UP-യിലായാലും ചെന്നൈയിലായാലും തലശ്ശേരിയായാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂരായാലും എവിടുന്നും ഫ്രീ നമ്പറാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം. എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും. പക്ഷേ എങ്കിൽ അനാവശ്യമായിട്ട് എന്റെ ഷൂ പോയി, എന്റെ പഴയ ഡ്രസ്സ് പോയി എന്നിട്ട് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല. പല കുടുംബരും ഇപ്പൊ അങ്ങനെയാണ് പ്രവണതയുള്ളത്. അങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് 3ാമത്തെ പ്രാവശ്യം നമ്പർ ബ്ലോക്കായി പോകും. പിന്നെ 4ാമത്തെ പ്രാവശ്യം നിങ്ങൾ ഉച്ചവരോ ഉടവരോ പോകുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പം തന്നെ ഇത്രയും കൂടിയിരുന്ന ആളുടെ വണ്ടി വരുന്ന വണ്ടിയുടെ തല കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും. നമുക്കൊരു പേപ്പറും 10 മിനിറ്റ് പോകും. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതായത് നമുക്കൊരു പേപ്പറും 10 മിനിറ്റ്, ഈ പോസ്റ്റ് പട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതലും അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഇല്ലു. വീട്ടിലും കൂടി നമ്മൾ കൊണ്ടുപോയില്ല, അതിലും ബാക്കി ഹോസ്പിറ്റൽ അധികം കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട. തിരിച്ചറിയാൻ പറ്റാതെ ആർക്കും കാണുന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം. വളരെ വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ലേഡീസിനെ യാത്രയാക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളെ ഒറ്റയ്ക്ക് യാത്രയാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പേടിയാ. ഇപ്പൊ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പൊ മംഗലാപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ, സിംഗിൾ ലേഡി ആണെങ്കിൽ RPF-ന്റെ വനിതാ കോൺസ്റ്റബിൾ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടോ തിരുവനന്തപുരം വരെ എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും. ഇങ്ങനെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ഒരു